ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡാൽ ഫ്രൈ റെസിപ്പിയാണ്. അപ്പം ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ വളരെ ടേസ്റ്റിയാണ്. അതിന് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, 1 തക്കാളി, 1 സവാള, പിന്നെ കുറച്ച് മല്ലിയില. ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ പരിപ്പ് ഇവിടെ 1 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് കഴുകിയിട്ട് ഒരു 10-15 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ അത് ഒഴിച്ചു കൊടുക്കാം. 2.5 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ചതിന് ശേഷം, കടുകിട്ടതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതും ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലൊക്കെ ആക്കി വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് മറ്റുള്ള സാധനങ്ങളൊക്കെ കരിഞ്ഞു പോവും. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാടൊന്നും വഴന്ന് വരേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് സവാളയൊക്കെ ഒന്ന് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയാൽ മാത്രം മതി. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ ഒരുപാട് വഴണ്ട കാര്യമില്ല. നമ്മൾ കറിച്ചട്ടിയിൽ അല്ലെങ്കിൽ പാനിലൊക്കെ ചെയ്യുമ്പോഴാണ് സവാളയ്ക്ക് കൂടുതൽ ടൈം വേണ്ടി വരുന്നത്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ്, അതായത് നമ്മുടെ ഈ കറിക്ക് മൊത്തത്തിൽ ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഇപ്പോൾ ഒരു 2 മിനിറ്റ് ടൈം കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തക്കാളിയും കൂടെ ഒന്ന് വാടി വരണം. അപ്പോൾ ഞാനിപ്പോൾ തീ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുകയാണ്. കുക്കറിലായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തക്കാളിയും എല്ലാം നന്നായിട്ട് ഉടഞ്ഞ് വന്നോളും. ഇനി ഇതിലേക്ക് ആ പരിപ്പ് അളന്നെടുത്തിട്ടുള്ള ആ കപ്പിന് 3 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാര്യം 1 കപ്പ് പരിപ്പാണ്, അതിന് 3 കപ്പ്. അപ്പോൾ കറക്റ്റ് ആ ഒരു ഗ്രേവിയിൽ കിട്ടും നമുക്ക്. ഇനി പരിപ്പ് വെള്ളമൊക്കെ തിളച്ച് വരുമ്പോഴേക്ക് അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി കറക്റ്റ് ഒരു 2 വിസിൽ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. കാര്യം ഇതൊന്ന് ജസ്റ്റ് സോക്ക് ചെയ്തതല്ലേ. അപ്പോൾ അതേ കറക്റ്റ് ആ ഒരു പാകത്തിൽ വന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നുമില്ല, കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയായി. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡാൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഒരുപാട് എരിവൊന്നും ഇല്ലാത്ത കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.